പ്രൈസ് ദി ലോർഡ്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതരാതെ കൺമണി പോൽ കാക്കും കരങ്ങളാൽ എന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, യോർദാൻ കലങ്ങി മറിയും ജീവിത പാരങ്ങൾ ഏലിയാവിൻ പുതപ്പിവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഊടായവൻ നിന്നവകാശം തൻ്റെ ദാസരിൽ നീതിയവൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 130 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ, ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. തീ എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ അവരുടെ പുഴുച്ചാകുന്നില്ല, തീ കെടുന്നതും ഇല്ല. മർക്കോസ് 9:48. പ്രിയരെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നിത്യത, രക്ഷ എന്നുള്ളത്. പാപത്തിന്റെ ഗൗരവം, ആത്മാക്കളുടെ വില എന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ തന്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു. നല്ല വിദ്യാഭ്യാസം, ജോലി, സമ്പത്ത്, ആരോഗ്യം, ഭാവി, കുടുംബം എന്നിവയ്ക്കായി നാം പരിശ്രമിക്കുന്നു. എന്നാൽ ഈ ജീവിതത്തിനപ്പുറം ഉള്ള നിത്യതയെക്കുറിച്ച് നാം എത്രമാത്രം ചിന്തിക്കുന്നു? യേശുക്രിസ്തു നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ ലക്ഷ്യം മനുഷ്യരെ ഭയപ്പെടുത്തുക എന്നതല്ല, പാപത്തിൽ നിന്ന് തിരിഞ്ഞ് രക്ഷയിലേക്ക് വരുവാൻ വിളിക്കുക എന്നതാണ്. നരകം ഒരു ഗൗരവമേറിയ ബൈബിൾ സത്യമാണ്. യേശു തന്നെ നരകത്തെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭയപ്പെടുവിൻ, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. മത്തായി 10:28. മർക്കോസ് 9:48 യേശു പറയുന്നു, അവിടെ അവരുടെ പുഴുച്ചാകുന്നില്ല, തീ കെടുന്നതും ഇല്ല. ഇത് നിത്യതയുടെ ഗൗരവത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 25:46 ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കുവാൻ പാടില്ല എന്ന് കാണുന്നു. പാപത്തിന്റെ ഫലം വളരെ ഗൗരവമുള്ളതാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ അത്രേ. റോമർ 6:23. പാപം ചെറിയ കാര്യം അല്ല. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർപിരിക്കുന്നു. യെശയ്യാവ്
59:2 എന്നാൽ ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. അവൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിച്ചിരിക്കണം എന്നത്രേ എൻ്റെ പ്രസാദം. യെഹെസ്കേൽ 33:11 ദൈവത്തിന്റെ ഹൃദയം രക്ഷയുടെ ഹൃദയമാണ് എന്ന് കാണുന്നു. ദൈവം രക്ഷയുടെ വഴി ഒരുക്കിയിരിക്കുന്നു. മനുഷ്യൻ പാപത്തിൽ വീണെങ്കിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. താൻ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 രക്ഷയുടെ വഴി യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6 മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഒരു ആത്മാവിന്റെ വില എത്രയാണ്? യേശു ചോദിക്കുന്നു, മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? മർക്കോസ് 8:36 ലോകത്തിലെ സമ്പത്ത് മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു മനുഷ്യന്റെ ആത്മാവിന് മുഴുവൻ ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ലോകത്തിന്റെ സമ്പത്തിനേക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയെയും നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ, നമ്മുടെ അയൽവാസിയിൽ ഒരാൾ, നമ്മുടെ സ്കൂളിൽ ഒരാൾ, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരാൾ, നമ്മുടെ സമൂഹത്തിൽ ഒരാൾ. ഓരോ ആത്മാവും ദൈവത്തിന് വിലപ്പെട്ടതാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളോട് നമുക്ക് മനസ്സലിവുണ്ടോ? യേശു ജനങ്ങളെ കണ്ടപ്പോൾ അവരോട് കരുണ തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ക്ഷീണിച്ചും ചിതറിയും ഇരുന്നത് കൊണ്ട് അവരോട് മനസ്സലിഞ്ഞു. മത്തായി 9:36 ഇത് നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നു. നശിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമുക്ക് മനസ്സലിവുണ്ടോ? അവരുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ യേശുവിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. മത്തായി 9:37-38 കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ കർത്താവിനോട് തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്ന് കാണുന്നു. ലോകത്ത് അനേക മനുഷ്യർ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നു. അതുകൊണ്ട് സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട്. നാം പ്രാർത്ഥിക്കേണ്ടതും നാം സാക്ഷ്യം പറയേണ്ടതും സുവിശേഷം അറിയിക്കേണ്ടതും ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതും ആവശ്യമാണ്. നാം സുവിശേഷം അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവരാണ്. യേശുവിന്റെ മഹാനിയോഗം, അതുകൊണ്ട് നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മത്തായി 28:19 മർക്കോസ് 16:15 ലോകത്തിൽ എല്ലായിടവും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. സുവിശേഷം പ്രസംഗിക്കുക എന്നത് പാസ്റ്റർമാരുടെയും മിഷണറിമാരുടെയും മാത്രം ഉത്തരവാദിത്തം അല്ല. ക്രിസ്തുവിനെ അറിയുന്ന ഓരോ വിശ്വാസിയും യേശുവിന്റെ സാക്ഷിയായി തീരണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആദ്യം നമ്മുടെ കുടുംബം. നാം ദൂരെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇവരുടെ ആത്മീയ ജീവിതത്തിനായി നാം പ്രാർത്ഥിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബം ദൈവത്തിനായി സമർപ്പിക്കാം. യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഭക്തൻ യോശുവ 24:15 ഒരു ആത്മാവിനെ രക്ഷിക്കുന്നതിൻ്റെ സന്തോഷം യേശു പറഞ്ഞു. ഒരൊറ്റ പാപി മാനസാന്തരപ്പെടുന്നതിൽ സ്വർഗം സന്തോഷം ഉണ്ടാകുന്നു. ലൂക്കോസ് 15:7 ഒരു ആത്മാവ് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഒരാളെ യേശുവിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് വലിയ ആത്മീയ നേട്ടമാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യം ആകണം. നമ്മുടെ വാക്കുകൾ മാത്രമല്ല,
നമ്മുടെ ജീവിതവും സുവിശേഷം പറയണം. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മത്തായി 5:14. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. നമ്മുടെ കുടുംബം നമ്മിൽ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ സഹപ്രവർത്തകർ നമ്മിലൂടെ യേശുവിന്റെ സ്നേഹം കാണണം. നമ്മുടെ അയൽക്കാർ നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ ആ സമാധാനം അവർക്ക് കാണുവാൻ കഴിയണം. ഇപ്പോഴാണ് രക്ഷയുടെ സമയം, നാളെ എന്ന് പറഞ്ഞ് രക്ഷയെ മാറ്റിവെക്കരുത്. ഇതാ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. 2 കൊരിന്ത്യർ 6:12. ജീവിതം എത്രത്തോളം നീളുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവം തന്ന ഈ ദിവസം നമുക്ക് ദൈവത്തോട് അടുക്കാം. ഇന്ന് തന്നെ മാനസാന്തരപ്പെടാം. ഇന്ന് തന്നെ യേശുവിൽ വിശ്വസിക്കാം. ഇന്ന് തന്നെ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന ഹൃദയം. അപ്പോസ്തലനായ പൗലോസിന് തന്റെ ജനത്തെക്കുറിച്ച് വളരെ ഭാരമുണ്ടായിരുന്നു. റോമർ 9:2-3 വാക്യങ്ങളിൽ അദ്ദേഹം തന്റെ ജനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാക്കളെ നേടുന്ന പ്രവർത്തനം ഒരു പരിപാടി മാത്രമല്ല, അതൊരു ഹൃദയഭാരമാണ്. നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, നഷ്ടപ്പെട്ടവരെ കാണുന്ന കണ്ണുകൾ തരയണമേ, അവരുടെ വേദന മനസ്സിലാക്കുന്ന ഹൃദയം തരയണമേ, സുവിശേഷം ധൈര്യത്തോടെ പങ്കുവയ്ക്കുവാനുള്ള കൃപ തരയണമേ, ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇന്ന് നമുക്ക് എടുക്കേണ്ട തീരുമാനം, ഇന്ന് നമുക്ക് ഹല്ലേലൂയ 3 കാര്യങ്ങൾ തീരുമാനം എടുക്കാം. എൻ്റെ ആത്മാവിനെ ഞാൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനായി, എൻ്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കായി കഴിയുന്ന രീതിയിൽ ഒരാളെയെങ്കിലും ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞാൻ ശ്രമിക്കും എന്ന്. ഹല്ലേലൂയ. പ്രിയരെ, നരകത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ മുന്നറിയിപ്പുകൾ നമ്മെ ഭയത്തിൽ നിർത്താനല്ല, രക്ഷയുടെ മഹത്വം മനസ്സിലാക്കാനാണ്. യേശു ക്രിസ്തു വന്നത് മനുഷ്യന് ജീവൻ നൽകുവാനാണ്. അത് സമൃദ്ധിയായ ജീവനാണ്. ഹല്ലേലൂയ. അവർ ജീവൻ പ്രാപിക്കുവാനും സമൃദ്ധിയായി പ്രാപിക്കുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ 10:10 യേശു കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവരായി മാത്രം ജീവിക്കാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നവരായും ജീവിക്കാം. നമ്മുടെ വീടുകളിൽ നിന്ന് സുവിശേഷം ആരംഭിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാക്ഷ്യം ആരംഭിക്കട്ടെ. നമ്മുടെ സഭയിൽ നിന്ന് ആത്മാക്കൾക്കായുള്ള ഭാരം ഉയരട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ സുവിശേഷം ധൈര്യത്തോടെ അറിയിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് പങ്കുവയ്ക്കാം. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കളുടെ വില മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ആത്മാക്കൾക്കായുള്ളൊരു ഭാരം ഉണ്ടാകണമേ. ഭയമില്ലാതെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ധൈര്യം തരയണമേ. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും വെളിച്ചത്തിന്റെയും സാക്ഷിയാക്കണമേ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന വാക്കിന്റെ ഹല്ലേലൂയ ആ വാക്ക് ഓർത്തുകൊണ്ട് ഞങ്ങളെയും അങ്ങയുടെ കൊയ്ത്തിലേക്ക് വേലക്കാരാക്കി തീർക്കണമേ. ഞങ്ങളുടെ വീടുകളെയും കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും അനുഗ്രഹിക്കണമേ. അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് വരുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്നും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ ഇതിനായി ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ കർത്താവേ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെയും ഉപയോഗിക്കണമേ. നശിക്കുന്ന ജനത്തോട് നിത്യജീവനെ കുറിച്ച് അറിയിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണം. ഉലോകത്തിലൊക്കെ യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ കർത്താവ് അരുളി ചെയ്തതാണ്. ഭയം കൂടാതെ യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട്
തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. ദൈവോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. തുടർന്ന് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിക്കണപ്പാ. അങ്ങിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു അപ്പാ. തന്ന സന്തോഷത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി നന്ദി പറയുന്നു. ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കുടുംബമായി നിത്യജീവൻ ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പാ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ ഏൽക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.